ഇയങ്കോട് ശ്രീധരന്റെ എഴുത്തു ജീവിതത്തിന്റെ 60 വർഷങ്ങൾ എന്ന പേരിൽ അദ്ദേഹത്തിന് സഹൃദയർ ചേർന്ന് ആദരമർപ്പിച്ചു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും പ്രകാശനം ചെയ്തു. കൊല്ലങ്കോട് സംഗമം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും അഭിപ്രായ സേവനം വ്യത്യസ്ത മേഖലയിൽ നമ്മുടെ ചെയ്തിട്ടുണ്ട്. കവികളെയും എഴുത്തുകാരെയും ഒക്കെ തന്നെ നല്ലപോലെ ആദരിക്കുന്ന സമൂഹമാണ്. കവികൾ, എഴുത്തുകാർ, സാംസ്കാരിക പ്രവർത്തകരെല്ലാം ചെയ്യുന്ന സേവനം ഏറ്റവും പവിത്രമാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സമൂഹമാണ്. കേവല രാഷ്ട്രീയ പ്രവർത്തനം മാത്രം നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങളാക്കാൻ കഴിയും. ആ മാറ്റങ്ങൾക്ക് നിരാമാകുന്ന മറ്റു പല മേഖലകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സാംസ്കാരിക രംഗം എന്നുള്ളതെല്ലാം പറയും, അല്ലെങ്കിൽ എഴുത്തിൻ്റെ മേഖല എന്നെല്ലാം പറയും. ആ സാംസ്കാരിക രംഗത്ത് മുന്നേറ്റമാണ് നമ്മുടെ കേരളീയ സമൂഹത്തെ മറ്റ് പല സ്ഥലത്തു നിന്നും അല്ലെങ്കിൽ സംസ്ഥാനത്തു നിന്നും വ്യത്യസ്തമാണ്. നമുക്കറിയാം, ഞാൻ അടുത്ത ദിവസം നമ്മുടെ ആത്മവ്യാപ്ത രാജ്യത്തിലെ കാര്യക്ഷമത അല്ലെങ്കിൽ അഭിനന്ദ എന്ന് പറയുന്നത് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 150-ാം വാർഷികം രാജ്യങ്ങളിൽ ആചരിക്കുന്ന സ്ഥലമാണ്. അതിൽ പ്രധാനമായിട്ട് മുദ്രാവാക്യം പണ്ട് നെഹ്റു യുവ കേന്ദ്രമായി, ആ നെഹ്റു യുവ കേന്ദ്രയുടെ പേര് മാറ്റി മേരാ യുവ ഭാരത് എന്ന പേര് വെച്ചു. നെഹ്റു യുവ കേന്ദ്രയുടെ നേതൃത്വത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ നാഷണൽ യൂണിറ്റിയെല്ലാം ചർച്ച ചെയ്തത്. അപ്പം മേരാ യുവ ഭാരത് എന്നാക്കിയ പേര് വെച്ചു. അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് നമ്മുടെ ഇന്ത്യയിൽ യൂണിറ്റി അല്ലെങ്കിൽ ഐക്യം സംരക്ഷിക്കുന്നതിന് പറഞ്ഞുകൊണ്ടുള്ള പദയാത്രകൾ എല്ലാം സംഘടിപ്പിക്കുക. പ്രത്യേക മണ്ണൂർ രാജകുമാരനോടി കെ ബാബു MLA അധ്യക്ഷനായി. വൈശാഖൻ മുഖ്യാതിഥിയായി. മഹാകവി പി സ്മാരക കലാസാംസ്കാരിക കേന്ദ്രവും പൂക്കാസ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുണ്ടൂർ സേതുമാധവൻ, ആശാമേനോൻ, കാളിദാസ് പുതുമന, ഡോക്ടർ ശുദ്ധോധനൻ, കെ വാസുദേവൻ, സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇയങ്കോടിന്റെ 2 പുസ്തകങ്ങളുടെ 2ാം പതിപ്പുകൾ പ്രകാശനം ചെയ്തു. അപ്പുണ്ണി, ചുവന്ന തെരുവ് എന്നീ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത്. പാവങ്ങളുടെ ബാങ്ക് എന്ന പരിഭാഷാ പുസ്തകവും പ്രകാശനം നടത്തി. ചേരാമംഗലം ചാമുണ്ണി, നയനൻ നന്ദിയോട്, കാവിൽ മണി തുടങ്ങിയവർ കവിതയാലപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ സ്വാഗതവും അനന്തകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.